Hey guys, വെൽക്കം ടു നമ്മുടെ റിവർ റാഫ്റ്റിംഗ് ചെയ്യുന്ന വ്ളോഗ് ഗൈസ്. ഞാനും വർഷവും കൂടെ ഇന്നലെ ഈ ടെന്റിലാണ് കിടന്നത്. ഇങ്ങ് വന്നാണ് മാഡം. എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ ടെന്റ് എക്സ്പീരിയൻസ്? എവിടെയെങ്കിലും നമ്മുടെ പുതപ്പിലൊരു ചെറിയ ഗ്യാപ്പ് വരുമ്പോ ഒന്നും പറഞ്ഞിട്ട് തണുത്ത കാറ്റകത്ത് കയറും. ഈ തണുപ്പിൽ നമ്മൾ എങ്ങനെയാ തണുത്ത വെള്ളത്തിൽ റാഫ്റ്റിംഗ് ചെയ്യണത്? ചെയ്യണം. അതിവിശാലമായ മനോഹരമായ ഒരു സീനറി നമുക്ക് കാണാം. അവിടെയാണ് നമ്മൾ റാഫ്റ്റിംഗ് ചെയ്യാൻ പോണത്. ഗൈസ്, എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് മറ്റേ ബീർബെല്ലിങ്ങിൽ പോയി ടെന്റിൽ കിടന്നതിന് ശേഷം ഇത്രയും തറക്കണത് പിന്നെ ഇപ്പോഴാണ്. നീ ഇത്രയും തറയണ ആദ്യമായിട്ടാണ്. അപ്പൊ ഞങ്ങളൊന്ന് ഗൈസ് പല്ലൊക്കെ തേച്ച് ഒന്ന് ബാത്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് വരാം. ഞങ്ങളുടെ കക്കൂസുകൾ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ലെറ്റ്സ് ഗോ. ബ്രേക്ക്ഫാസ്റ്റ് വന്നില്ല ഗൈസ്. അപ്പുറത്ത് വേറെ കഥ നടക്കുകയായിരുന്നു ഗൈസ്. ബ്രേക്ക്ഫാസ്റ്റ് വന്നില്ല. ആൾക്കാരൊരു ചായ കുടിക്കാം. ഇന്നലെ പ്രോപ്പറായിട്ടൊരു ഉറക്കം വന്നില്ല. പുറത്ത് വെള്ളോടിപ്പാട്ട് കിടക്കണോണ്ടും നമ്മുടെ ടെന്റിന് ലോക്കൊന്നും ഇല്ലാത്തത് കൊണ്ടും പാതി ഉറക്കത്തിലായിരുന്നു. ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ? എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഗൈസ്. കഴിച്ചിട്ട് നമുക്ക് റിവർ റാഫ്റ്റിംഗിന്റെ സെറ്റപ്പ് നോക്കാം. ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ഗൈസ്. 2 കഷ്ണം ആലു പറാഠ, പിന്നെ ഇത് ഉരുളക്കിഴങ്ങും കടലയും കൂടെ ഉള്ളൊരു സബ്ജി, അച്ചാറ്, മക്രോണി. നീ മക്രോണി എടുത്തില്ലല്ലേ? ഈടാ ഹെൽത്തി കുട്ട. ബോൺ ആപ്പറ്റീറ്റ് ഗൈസ്. നമ്മള് ക്യാമ്പിൽ നിന്ന് ഇറങ്ങിയ ഗൈസ്. അതുകൊണ്ട് അവിടെ ഒരു കട ഉണ്ടാ നിങ്ങള്. അവിടെ വെറ്റ് സ്യൂട്ട് ഒക്കെ കിട്ടും. അപ്പൊ അവിടെ പോവാനായിട്ട് ഇറങ്ങിയതാണ്. പിന്നെ അത് മാത്രമല്ല ഗൈസ്, ഇന്നലെ ഈ വെള്ളം ടർക്കോയിസ് കളർ ആയിരുന്നേ. ഇന്നത് കലങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കലക്ക് മനസ്സിലാവും അല്ലേ? അതെന്ത് പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ല ഗൈസ്. കലങ്ങി ബട്ട് വൈ? മേലിന് മലയെന്ന് മഴ വല്ലതും പെയ്താ? സൂര്യൻ ഉദിച്ചേ ഗൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ദോ നിൽക്കുന്നു സൂര്യൻ. ഓ മേളില് ദാണ്ട് ഇവിടെ. പക്ഷേ ഇപ്പോഴും ചൂടായിട്ടില്ല. നല്ല തണുപ്പിൽ തന്നെ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പോയി വെറ്റ് സൂട്ട് വാങ്ങിയിട്ട് 2 എണ്ണം ഉണ്ട് ഗൈസ്. ഒന്ന് 16 കിലോമീറ്റർ, പിന്നെ ഒന്ന് 12 കിലോമീറ്റർ. നമുക്ക് തണുപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരു 12 ചെയ്യുന്നത് നല്ലതായിരിക്കുമല്ലോ. പക്ഷെ അപ്പോൾ 12 ആകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് നേരെ നമ്മളെ മലമുകളിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ എൻഡ് ആവും നമ്മളിപ്പോൾ നിൽക്കാനടുത്ത്. മറ്റത് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഋഷികേശിൽ പോയി നിൽക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ മേളിൽ പോയി തുടങ്ങി ഇവിടെ ഒന്ന് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി ഇരുന്ന് തണുത്തുറഞ്ഞു വരുന്ന സമയം ലാഭിച്ച് നമുക്ക് ഇവിടെ നിന്ന് ടക്കനെ വന്ന് ഡ്രസ്സ് അങ്ങ് മാറ്റാം. അതല്ലേ നല്ലത്? അതാണ് സുഹൃത്തുക്കളെ ബുദ്ധിപരമായ നീക്കം. അതെ. അപ്പോൾ ഞങ്ങൾ പോയി ഇടാൻ ഡ്രസ്സൊക്കെ ഒന്ന് തപ്പട്ടെ ഗൈസ്. നമ്മൾ ഈ വെറ്റ് സ്യൂട്ടിന്റെ കടയിൽ വന്നിട്ട് 2 എണ്ണം എടുത്ത്. ഇത് എനിക്കും ഇത് രണ്ടും നീല എനിക്കും ചുവന്ന സ്റ്റിച്ചുള്ളത് വർഷയ്ക്ക് 250 രൂപ പെർ സൂട്ടിന് റെന്റായി ഗൈസ്. തണുത്തിരിക്കുകയാണ് കേട്ടോ ഇത്. ഇല്ലേ, പക്ഷെ ഇതിട്ടാ തണുപ്പടിക്കൂലെന്നാണ് അവൻ പറഞ്ഞത്. ചിലപ്പം പെട്ടെന്ന് ചൂടാവുമായിരിക്കും. ഞങ്ങൾ എടുക്കുകയാണ് സുഹൃത്തുക്കളെ ഒരു റിസ്ക്. ഇത് തണുത്തിരിക്കുകയാണ്. ഒയ്യോ, ഇവിടെ പിടിച്ചു നോക്കിയാടാ. ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ മണ്ടന്മാർ ഋഷികേശിൽ. ഭയ്യ താങ്ക് യു. ठीक है. ഇവിടെ ഇതൊക്കെ റെന്റിന് കൊടുക്കണ ഒരു സ്പോട്ടാണ് ഗൈസ്. साइज नहीं, हमने एक अंदाजा से उठाया है. आपका शॉप है क्या? हाँ, मेरा शॉप. अच्छा, दिनेश भंडारी मेरा नाम है. अच्छा, कंपनी का नमस्ते. अच्छा जी, ये आपका ज़्यादा बड़ा होगा साइज. ज़्यादा बड़ा हो जाएगा. अच्छा, मतलब बॉडी फिटिंग के हिसाब से. और ये इसके लिए सही रहेगा. अपन निंदा എടുത്തോ भैया. ये थोड़ा सा गीला है, हमें ठंड तो अभी लग रहा हो आपको. अच्छा, ये सही हो जाएगा जब बॉडी में गर्म हो जाएगा. अच्छा, ये इसको पहनने का तरीका आप समझ गए होंगे. हाँ, इन्होंने बताया था. ये ठीक रहेगा. हाँ, ये वाला ठीक रहेगा. अच्छा, അപ്പം അതെടുത്ത് ഗൈസ്. താങ്ക് യു ഭയ്യ. ഓ, നല്ല കനമുണ്ട് കേട്ടോ ഇതിന് ഗൈസ്. നമ്മൾ ഐസ് ആവാതിരിക്കാനായിട്ടുള്ള കഷ്ടപ്പാടുകളിലാണ്. ഇവിടെ ഈ സമയത്തൊക്കെ റാഫ്റ്റിംഗ് ചെയ്യണം. നീ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ഡിസംബർ ജനുവരിയിൽ
ഏറ്റവും കൂടുതൽ തണുപ്പ് പീക്കി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഋഷികേശില് റാഫ്റ്റ് ചെയ്യാൻ. അയ്യോ ഇത് നമ്മളെ ആന്റി അല്ലേ. നമസ്തേ ആന്റി. ഇന്നലെ നമുക്ക് ചായ തന്ന ആന്റിയാണ്. कैसे हो आप? बढ़िया. ये आपका कुत्ता है? अच्छा. और ये दोनों? ये हमारे नाती है. अच्छा. और वो एक? वो नाती है. अच्छा. नाती ग्रैंड डॉटर ആണെന്ന് തോന്നുന്നല്ലേ. ഹലോ. हाय. अयोड़ा. ठीक है आंटी चलते हैं. राफ्टिंग के लिए जा रहे हैं हम. ठीक है. ഓ പശുമ്പ ഗൈസ്. ഇത് ഡ്രോൺ കണ്ട പശു. ഉമ്മ പശു ചുമച്ച്. ഗൈസ് നമ്മള് ഇനി തിരിച്ച് ക്യാമ്പിലോട്ട് പോകണം. ഡ്രസ്സ് മാറ്റണം. റാഫ്റ്റ് ചെയ്യണം. റെഡി ആണോടാ? പക്ഷെ നമ്മൾ ഓൾറെഡി റാഫ്റ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് അറിയാം. പക്ഷെ ഇവിടുത്തെ റാഫ്റ്റ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഗൈസ് നോക്ക് ഗൈസ്, നമ്മൾ കിട്ടിയ വെറ്റ് സ്യൂട്ട് ഇട്ട് എന്നിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കാറിൻ്റെ അകത്ത് കൊണ്ടുവച്ചു. ഇനി റാഫ്റ്റിംഗ് ചെയ്ത് 12 കിലോമീറ്റർ കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഡ്രസ്സ് മാറാം. അപ്പൊ വണ്ടിയിൽ നിന്ന് എടുക്കാം. അപ്പൊ പക്ഷെ എങ്ങനെയുണ്ട് ഇതിന്റെ വെറ്റ് സ്യൂട്ട്? ചൂടുണ്ടാ? എന്നെയാണെങ്കിൽ ഉണ്ടല്ലോ അമുക്കി വെച്ചേക്കണ കണക്ക് ശരിക്കും ഇങ്ങനെ ഉറുവിയിരിക്കണ ഗൈസ്. എന്റേത് ഓവർ ടൈറ്റ്, അവളുടേത് ഓവർ ലൂസ്. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും റാഫ്റ്റിങ്ങിന് ബുക്ക് ചെയ്ത് 1200 പെർ പേഴ്സൺ. 600 പെർ പേഴ്സൺ. 2 പേർക്കും കൂടെ 1200 രൂപ. അപ്പം നമ്മളിതാ ഈ റാഫ്റ്റിലായിരിക്കും പോകണം. അപ്പൊ ഈ അണ്ണനാണ് നമ്മളെ കൊണ്ടുപോകാൻ വന്നേക്കുന്നത്. അപ്പൊ ഈ വണ്ടിയിലായിരിക്കും ഗൈസ് നമ്മള് റാഫ്റ്റിങ്ങിന് പോകുന്നത്. ഭയ്യ നമസ്തേ. നമസ്തേ. ക്യാ നാം ഹൈ ആപ്കാ? अंकित. अच्छा यहाँ से कितनी दूर होता है भैया? ऊपर. അപ്പം എവിടെയോ ഊപ്പർ നമ്മളെ കൊണ്ടുപോകാൻ പോവാണ് കേസ്. ഏതോ മലയുടെ മണ്ടേ കൊണ്ടുപോകാൻ പോകാനുണ്ടോ? നടക്കുന്നുണ്ടല്ലേ? എന്നിട്ട് ഇവന്മാരിത് വെള്ളത്തിൽ മുക്കുമെന്നാണ് തോന്നുന്നത് കേട്ടോ. നമ്മളാ മുങ്ങണോ? എന്തായാലും ഒരു അതെ. ഞങ്ങളുടെ ആദ്യത്തെ ഗംഗാ സ്നാനമായിരിക്കും അതായത്. ഐസാവും മിക്കവാറും. ഓക്കെ, ഇന്നലെ നമ്മള് ചായ കുടിച്ച ചേച്ചിയുടെ കട, ചേച്ചിയല്ല ആന്റിയുടെ കട. ഓക്കെ, ഇനി നമ്മള് വല മുകളിലോട്ട് പോട്ടെ. നമ്മളെ കൂടെ പോണ 3 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. നമസ്തേ ഭയ്യ. കാസോ ആപ്പ്? दिल्ली से. अच्छा ये दोनों भी भाई दिखा दो, फेस दिखा दो. भैया का ब्लॉग चल रहा है. ये दोनों कजन है हम दोस्त. हाँ अच्छा कॉमन फ्रेंड हूँ. अच्छा नेबर है मेरा. अच्छा जी. मेरा तो फर्स्ट टाइम एक्सपीरियंस है. अच्छा. बाकी ये लेजेंडरी खिलाड़ी हैं आगे. अच्छा आप लोग कितने बार कर रखे हैं? सेकंड टाइम. मेरा थर्ड टाइम है. थर्ड टाइम है. मनाली में की थी. अच्छा मनाली में कैसा था? बेकार था यार. बेकार था. थोड़ा यार रिजू थोड़ा इंग्लिश में दे दो यार. सबसे बेस्ट भाई पानी में उल्टा करके उल्टा लिटा के जब पानी डाल रहे थे तुम्हारे ऊपर. कहाँ पे? मनाली में. उन्होंने क्या कहा, जैसे बोट में बैठे नहीं है, बोलते झुक जाओ. वो झुक गए, वो उससे ही पानी मार रहे हैं. यहाँ पे ऐसा कुछ होता है? ना ये बेस्ट नहीं नहीं ये बेस्ट है. यहाँ बेस्ट है. मेरा तो फर्स्ट टाइम है, अब यही बताएंगे बेस्ट और नॉट बेस्ट. अच्छा चलो ठीक है, अल्टीमेट ट्राई कर दो. अल्टीमेट നമുക്ക് നോക്കാം. 16 किलोमीटर ही अच्छी है. अच्छा 16 ही अच्छी है. बाकी ऊपर भी है, 32 भी है. अच्छा. और 9 भी है. आपको जंप करना है बोट से नीचे. अच्छा जंप करनी है. जंप करना है, भाभी के साथ कूद जाओ. जो होगा देखा जाएगा. ചാടണമെന്ന് വെള്ളത്തിലോട്ട് നമുക്ക് രണ്ടോട്ട് ചാടാം. हम दोनों कूद लेंगे. आप कहाँ से हो? केरला से. केरला से. हाँ जी. केरला आना है मेरे को. नंबर आइए. कभी भी आइए. फ्री का है ये. ये रिश्तेदारी बना लेगा, फ्री में आएगा. होटल में रुकियो. ഓസ് അടിച്ചിട്ട് പോകുന്നത്. होटल के चार्जेस बचा रहा है. കൊള്ളാം കേട്ടോ നമ്മളെ സൈഡിൽ ഇരിക്കണം. അയ്യോ हम तो लेकिन अब 12 किलोमीटर वाले में जा रहे हैं ना? नहीं 16 16. अच्छा 8 रैपिड है. 16 കിലോമീറ്ററിന് ഇതൊക്കെ ഇപ്പൊ വിലക്കുറവിന് കിട്ടി കേട്ടാ. ഗയ്സ്, ഇത് കാണുന്നവർക്ക് ഈ ഹിന്ദി ഇത്രയും മനസ്സിലാവുമെന്നാണ് എന്റെ സംശയം. ആവൂലായിരിക്കും അല്ലേ? എന്റെ എഡിറ്റർമാർക്ക് ഹിന്ദി ഇവിടെ പറ്റുന്നതൊക്കെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മള് ബാക്കിലും കണ്ട 2 പേര് കേറി. ഹലോ കണ്ട ഒരു ഹായ് കാണിച്ച് വണ്ടി കൊണ്ട് നിർത്തി ഗൈസ്. എന്റെ അളിയ വീതി കൂടിയ നദിയടാ ഇത്. അയ്യോ എന്ത് ഭംഗി ഗൈസ് ഇവിടെ. നോക്കൊരു പാലമൊക്കെ ഉണ്ട് അവിടെ.
കണ്ടാ? അയ്യോ, എനിക്ക് സീനറിയെ കാണുമ്പോഴത്തേക്കും കടിച്ചില്ലാന്ന് തോന്നുന്നു സീനറിയില്. ഇവരൊന്നും വെറ്റ്സൂട്ട് ഇട്ടിട്ടില്ല കേട്ടോ. ഇവര് എന്തോ റെയിൻകോട്ട് പോലത്തെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. ആ, ഇവര് നമ്മൾ ബാലി പോയ പോലെ നമ്മൾ ഫുള്ളി പ്രിപ്പയർഡ് ആണ്. ഇത് നമ്മള് ഹൈലി പ്രൊഫഷണൽ വെറ്റ്സൂട്ടും കക്കൂസിൽ പോണ ചപ്പല്. ഓഹ് എടാ, ഇത് ബാലിയിലെ റിവറിനെക്കാളും ബ്യൂട്ടിഫുൾ ആണ് കേട്ടാ. എന്ന് പറഞ്ഞാൽ വെള്ളം, പക്ഷെ അവിടെ വേറെ സീനറിയാണ്. അവിടെ ഫുൾ പച്ചപ്പും ഹരിതാഭയും ആയിട്ട് നിറഞ്ഞതാണെങ്കിൽ കുറെ വെള്ളം തന്നെ അതെ, ഇവിടെ വെള്ളം കാണാം. പിന്നെ മലനിരകൾ, പിന്നെ ഇതുപോലുള്ള ഇടക്കിടക്കുള്ള പാലങ്ങൾ, പിന്നെ പുതിയ പുതിയ ആൾക്കാരൊക്കെ പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ റാഫ്റ്റ് കേട്ടോ. ബൈ നമ്മുടെ റാഫ്റ്റ് താഴെ വന്ന്. ഹലോ ബ്രോ, കാസയോ? अच्छा ओडिशा गुड़गांव. अच्छा यूपी गुड़गांव में काम करते हैं हम गुड़गांव में. अच्छा हरियाणा गुड़गांव है ना. गुड़गांव से है वो. काली रोहिणी. अच्छा गिफ्स में पढ़ा था मैं. गिफ्स में गीता रतन रोहिणी. गिफ्स रोहिणी. हाँ रोहिणी सेक्टर 5 रिठाला मेट्रो स्टेशन. अच्छा एड्रेस भी दे दिया आपने तो. ഇവര് ഫണ്ണിയാണല്ലേ. നമ്മുടെ ഹെൽമെറ്റ് എല്ലാം ചെയ്തു തരുമെന്ന്. ഇതാണ് നമ്മളെ റാഫ്റ്റ് കേട്ടാ. ഹെൽമെറ്റ് ഒക്കെ വെച്ച് ഇത് 1992 ആരോ കണ്ടുപിടിച്ച ഹെൽമെറ്റാണ് സുഹൃത്തുക്കളെ. ഇന്ന് വരെ ഇതാണ് അവർ ഉപയോഗിക്കുന്നത്. ലൈഫ് ജാക്കറ്റ് ഇടുകയാണ് സുഹൃത്തുക്കളെ. നല്ല ലൈഫ് ജാക്കറ്റ് അല്ലേ ഇത്? നല്ല മറ്റേ അടുത്ത പോലെ അല്ലേ, ഇത് നല്ല കട്ടിയുണ്ട്. ഇതിനേക്കാളും കുറച്ചുകൂടെ ബോയൻസി കൂടുതലുള്ളതാണ്. അങ്ങനെയല്ലേ അതിനെ പറയണം, ബോയൻസി. ലൂസാക്കാൻ പറ്റുമായിരുന്നു. വർഷം വെച്ച് ഉരുക്കി നമുക്ക് പാഡിലും കിട്ടി ഗൈസ്. ഗൈസ്, അണ്ണം പറഞ്ഞത് വെച്ചിട്ട് ഞാനൊരു വലിയ റിസ്ക് ആണ് എടുക്കുന്നത്, ഫോണ് കൈ കൊണ്ടുപോകുന്നത്. കാരണം ഇവിടെ ബോട്ട് മറിയാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് ഫോണ് കയ്യിലെടുത്തേക്കാണ്. പക്ഷേ കയ്യിൽ വെച്ചേക്കല്ലേ ഫോണ്. എനിക്കും അറിഞ്ഞൂടാ ഗൈസ്. എന്നാലും നമ്മൾ നോ റിസ്ക് നോ റിവാർഡ് എന്നാണല്ലോ. അപ്പോൾ മറിയാണെങ്കിൽ ഇത് ഞാൻ ഇറുക്കെ പിടിച്ചോളാം. ഓക്കെ, എന്തായാലും ഞാൻ കൊണ്ടുപോകാൻ തീരുമാനിച്ച്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കുറച്ച് സീനറി കൂടെ കാണിച്ചു തരാമല്ലോ. എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും റിസ്ക് അതിൻ്റെതായ അത് കാണും ഗൈസ്. ഇത് പോയി കഴിഞ്ഞാൽ തിരിച്ചു വിട്ടുള്ള 100% ഉറപ്പാണ്. കാരണം ഇതാണ് നദി. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. होप फॉर द बेस्ट എന്നല്ലേ. कर दिया भैया. पानी ठंडा है क्या? बहुत ठंडा है. मेरे को तो इन्होंने ये ही दिया. अच्छा जी. तो भैया है, ये है प्रथम. ये है द्वितीय. क्या? ये प्रथम, ये द्वितीय, मैं तृतीय. अच्छा നിനക്കത് മനസ്സിലായല്ലേ? ഇയാളെ എടുത്തിട്ട് മറ്റേ ആ വട്ടത്തിലിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓഹോ, എന്റെ മോനെ, അത് ചുമന്നവര് ഇറക്കം ഇറങ്ങിയാണ് കേട്ടാ. പട്ടിയെ കൂടെ കൊണ്ടുപോകാം. വരുന്നൂടാ. അയ്യോ, അത് ചുവന്നോണ്ട് വരാണ് കേട്ടാ. അവര് ഗൈസ് ഒരു കാര്യം, അവര് നമുക്ക് ഫുൾ വാണിംഗ് തന്നിട്ടുണ്ട് കേട്ടോ. അതെ, അവർ ഇത് ഈ ഫോൺ വെള്ളത്തിൽ പോകണത് അവരുടെ കുറ്റമല്ല. ഇത് എനിക്ക് ഇതിന്റെ വീഡിയോ കിട്ടണം എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാൻ കയ്യിലെടുത്ത് വെച്ചേക്കുന്നതാണ് ഗൈസ്. ചെറിയ ടെൻഷൻ ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അണ്ണനാണ് നമ്മളെ ഗൈഡ്. ഓ, ഇതാണ് ഫ്രണ്ട്. ഓ ठीक है आपके पास जैकेट है, इसका आपको पता होगा फ्लोटिंग. ठीक है. 70 घंटे की कैपेसिटी होती है. 120 किलो आराम से बैठ पाएगा. बाकी पैडल है 3 भागों में डिवाइड है. അണ്ണൻ ഇൻസ്ട്രക്ഷൻ തന്നെയാണ് ഗൈസ്. ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് വരാം ഗൈസ്. ഇൻസ്ട്രക്ഷൻ കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇത് നമ്മൾ അവിടെ ചെയ്തതിനേക്കാൾ റിസ്കിയാണ് ഫോൺ അകത്ത് വെക്കാൻ പറഞ്ഞത്. എന്തായാലും തീരുമാനിച്ചു, ഇനിയിപ്പോ ചെയ്യാം. നല്ല തണുപ്പ് കേട്ടോ. നമ്മൾ പുറത്തോട്ട് സൈഡിലാണ് ഇരിക്കണം, നമ്മൾ അവിടെ അകത്താണ് ഇരുന്നത്. ഹലോ ഭയ്യ. हाँ जी. अच्छा 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 ചത്തു. ഓ, ഇതൊന്നും തള്ളി അകത്തോട്ട് ഇത് പിടിച്ചേടാ.
चलो भाई जो बोले सो नहीं ഗൈസ് ഭീകരം തണുപ്പാണ് കേട്ടാ. ശ്രദ്ധിച്ച് കയറണേടാ. ശ്രദ്ധിച്ചേ. आपका नाम क्या है? सुशांत. नाइस टू मीट यू जी. सुशांत भंडारी. കാല് ഒരെണ്ണം അകത്തും ഇങ്ങനെ ഒരെണ്ണം ബാക്കില്. ടെൻഷൻ ഉണ്ടാടാ? ഇന്ന് നല്ല ടെൻഷൻ ഉണ്ടല്ലേ? ഓക്കെ. ഇവന്മാർക്കൊന്നും നീന്തൽ പറഞ്ഞോടെ ഇവന്മാരൊന്നും ചെയ്തിട്ടുമില്ല. एक आगे पीछे पैर फंसा दो ഹാൻജി ठीक है സഹിയാണ്. ഓക്കെ ഭഗവാനെ നിന്നിച്ചേക്കണേ. നീന്തേന് ടെൻഷൻ വേണ്ട, നീ മുങ്ങൂല. തണുപ്പടിക്കണം. ഓക്കെ ഭഗവാനെ കാത്തോട്ടെ. ഫോർവേഡ് ബോഡി ജുക്ക് പറ്റുന്നുണ്ടോ? ആ ഓക്കെ ആ ചെയ്യുന്നുണ്ടോ? क्या करना है? होल्ड कर देनी है. ये पेडल ये लॉक हो गया. ഓഹോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോടാ. आगे तो पकड़ है पानी अच्छा पानी काफी है आज. पानी अंदर भी आ गया है अच्छा पानी एकदम से. पानी तेज हो रहा है बाकी पैडिंग स्ट्रॉन्ग करना रैपिड हिसाब से बनेंगे आपके. अच्छा ये मत सोचना यहाँ से 4 लोग चला रहे, 3 साइड से नहीं चला रहे, पूरी बोट लेफ्ट साइड. वही अच्छा എല്ലാരും തുഴയണമെന്ന്. ആ पलट मैं आपको बता रहा हूँ सेफ्टी रैकेट है आपके पास. अगर हमारी बोट पलट के भी है, स्विमिंग पोजिशन क्या करना है? कोशिश करना ये होना है. अच्छा ये पैडल ऐसे लॉक हो जाए. पैडल को मत छोड़ना, ये फ्लोटिंग है ये आपके लिए. ऐसे लॉक पैडल. ആ മേലോട്ട് മലന്ന്. हाँ इसका ആ പാഡിൽ പോയാൽ നീ മലന്ന് കിടന്നോണ്ടേ, കമന്ന് കിടക്കരുത്. इसको छोड़ दे. इसको नहीं छोड़ना. ये लॉक ऐसे ऊपर देखिए. ആ ഇതിനെ കളയരുത്. ഇങ്ങനെ പിടിച്ചിട്ട് മലന്ന് കിടക്കണം. പാഡിലും പിടിച്ച് അങ്ങനെ മലന്ന് കിടക്കണം. बाकी कोशिश करना है അല്ല അതവർ പിടിച്ചെടുത്തിട്ടോളൂ നമ്മളെ. सीधा होना हमने. मजा आएगा. अच्छा हमारे साथ बोट भी आ रही थी, कोई 2 बोट और आ रही है. പക്ഷെ ദൂരം വേറെ ഏതൊരു ബോട്ടും വരുന്നുണ്ട്. ഓക്കെ यहाँ से कोड़ियाला ഞാൻ ഇനി जाना ഒന്ന് पड़ता है. ഫോൺ അകത്തോട്ട് വെച്ചിട്ട് കുറച്ച് ഒന്ന് സെറ്റൊക്കെ ആക്കി ഓക്കെ ആവണ സ്ഥലത്ത് ഫോൺ എടുക്കാം. ഓക്കെ അപ്പം കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് നമ്മളിപ്പോൾ റിലാക്സ് ചെയ്യണം. നമ്മൾ റാപ്പിഡില് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല, കാരണം റാപ്പിഡിൽ എല്ലാവരും തുഴയണം. നോർമൽ ഇതുപോലുള്ള വെള്ളത്തിൽ എത്തുമ്പോഴത്തേക്കും തുഴയാൻ പറ്റും. आप लोग कुछ समझ में नहीं आ रहा है ना कि मैं क्या बोल रहा हूँ? लेकिन बहुत अच्छा लग रहा है बहुत अच्छा सुनने में बहुत अच्छा I was saying we can only make videos in calm waters. In rapids we should all row and ആ എണ്ണം നമുക്ക് വീഡിയോ എടുത്തു തരും അത്രയും. अच्छा सुशांत यही समझ पाके बोल सकते हैं. तो अब हम पानी में कूदेंगे यहाँ से. इसके बाद रैपिड के बाद पानी में जाना सब. अच्छा എല്ലാരും വെള്ളത്തിൽ ചാടണം. സബ് പാനി में जाना we should all. पानी के अंदर ही रहेंगे. अच्छा എടാ വെള്ളത്തിൽ ചാടണമെന്ന് കേട്ടാ. ചാടണം കേട്ടോ. ഞാൻ അങ്ങനെയൊന്നുമില്ല. നമ്മള് ലൈഫ് ജാക്കറ്റ് ഉണ്ട്, പൊങ്ങി കിടക്കും. തണുപ്പാണ് ഒരു സീനായിട്ട്. പക്ഷെ ഒരു പ്രാവശ്യം ചാടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ല. അന്ന് റാഫ്റ്റിംഗ് ചെയ്തപ്പോ ടെൻഷൻ ഇല്ലായിരുന്നു കേട്ടാ. ആ ഇവര് പക്ഷെ പറഞ്ഞു. पकड़ के रखना है इसको भाई नीचे अच्छा और वापस ऊपर कैसे आएंगे? आप खींचोगे? सबने हेल्प करनी है. अच्छा मैं एक ट्राई मार एक एक करके नीचे जाएंगे. ഓരോരുത്തരായിട്ട് വെള്ളത്തിൽ പോകും. എന്നാലേ ആ ആളെ വലിച്ച് മേലിടാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ നോക്കാം, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മളിനി പതുക്കെ എവിടെ നിന്ന് ഇറങ്ങട്ടെ. വെള്ളത്തിൽ ചാടി. എടാ എങ്ങനെയുണ്ട്? അയ്യോ ആ പക്ഷെ ഇനി നല്ല തണുപ്പല്ലേ. നമ്മളെ വെള്ളത്തിൽ മുക്കി. വെള്ളം कैसा लगा? ओ ठंड लग रहा है? एक और बार. കോച്ചി പിടിക്കണല്ലേ.
വെള്ളത്തിൽ ചാടിയപ്പോ ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ എനക്ക്? അതുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. എക്സ്പീരിയൻസ് ബാലി പോലെ അല്ലേ? എന്താടാ? ബാലി പോലെയല്ല. അല്ലല്ല, ബാലിയിൽ ഇങ്ങനെയല്ല. ബാലിന്ന് എക്സ്ട്രീംലി ഡിഫറെന്റ് എക്സ്പീരിയൻസ്. കുഞ്ഞല്ലായിരുന്നാ? ആ, ബാലി കുറച്ചുകൂടെ സേഫ് ആയിരുന്നു. ഓക്കെ, ഞങ്ങൾ തോയട്ടെ. मजा आ रहा है भाई. നമ്മൾ ശരിക്കും വേറെ ഏതോ ഒരു പ്ലാനറ്റിലൊക്കെ എത്തിയ പോലത്തെ ഫീല്. ഓ, ഇത് ഇന്ത്യ തന്നെയാണോ? ബാലിയിലെ ഒന്നും അല്ല കേട്ടോ, ഇതാണ് റാഫ്റ്റിങ്. ഇത് വന്നില്ലായിരുന്നെങ്കിൽ കൊടൂര മിസ്സിങ് ആയന. ഓ, ആ ഋഷികേശ് സജസ്റ്റ് ചെയ്ത മറ്റേ വഴി ഷോട്ടോ. എന്റെ ദൈവമേ, എന്തായിരുന്നു കൈസ് ഇപ്പൊ കഴിഞ്ഞത്? 3 റാപ്പിഡ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി 4 പ്രാവശ്യം നമ്മൾ വെള്ളം തള്ളിയിടും. അതുകൊണ്ട് ഫോൺ ഞാൻ നൈസായി എടുത്ത് ബാഗിന്റെ അകത്ത് ഇട്ട് വെച്ച്. എങ്ങനെയുണ്ടാ വെള്ളത്തിൽ നീന്തിയപ്പോ? എങ്ങനെ ഉണ്ടായിരുന്നു? തണുക്കണ്ടേ? നമുക്ക് പോയി ചായ, നീ ചായ കുടിക്കില്ല? മാഗി അതിപ്പോ അമ്മമാർക്ക് കൊടുക്കാം. മാഗി അമ്മച്ചി. കാലും കയ്യും ഒക്കെ തണുത്ത ഐസായി കേട്ടാ. തീ. അയ്യോ സുഹൃത്തുക്കളെ, തീ. അതുകൊണ്ട് ഇവിടെ കൂടുതൽ തീയുണ്ട്. നമ്മുടെ ടീം അവിടെയാണല്ലേ. मैगी खाए? भाई कैसा लगा? बहुत बढ़िया. ओह, ठंड लग रही है. फोन उठा लो सब अपना अपना. ओह, നമുക്ക് അപ്പുറത്തിലോട്ട് പോയാലോ? അവിടെ ചൂടുണ്ട്. ഈ തീ പോയി ഓ, ഇതാണ് ഇവരുടെ ബിസിനസ് കേട്ടാ. അപ്പം എടാ, നമ്മുടെ റോക്കാച്ചി കൊച്ചി. നമ്മൾ ഇന്നലെ ഇവിടെ ഒരു അയ്യോ ഗൈസ് ഉണ്ട് ഗൈസ്. 4 കല്ലേ ബാക്കിയുള്ളു. നോക്ക് ഗൈസ്, നമ്മൾ റോക്കാച്ചി കുച്ചി. ഹായ്. ഇന്നലെ എന്ത് വലുതാക്കി വെച്ചിട്ട് പോയല്ലേ നമ്മള്. കാലില്ല, നമുക്ക് കഴുകാം. നമുക്ക് അങ്ങോട്ട് പോവാം, റൂമിലോട്ട് പോവാന്. മാഗി തിന്നണ്ടേ എനക്ക്? ഗൈസ്, റോക്കാച്ചി കുച്ചി ഹാപ്പി ആയിട്ട് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അതെ, അതിന്റെ റോക്കാച്ചി കുച്ചിയുടെ മണ്ട ആരൊക്കെ ചുരണ്ടി ഇളകി കളഞ്ഞു. ഓക്കെ, കുറച്ച് തീ കാട്ടെ. ഞങ്ങള് ഞാൻ കാല് പൊക്കി വെച്ച് കിടന്ന കാല് മണ്ണാവൂല. ഓ, ലൈഫ് ജാക്കറ്റ് ഊരിക്കോടാ. ഗൈസ്, എല്ലാം കഴിഞ്ഞ് ഗൈസ് നമ്മൾ വീഡിയോയും വാങ്ങിച്ച് ഗോപ്രോയെന്നുള്ള. എന്നിട്ട് ഒരു തീ കണ്ടുപിടിച്ച് അതിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ചായയൊക്കെ ആരോ തീയിലിട്ട് കത്തിക്കുന്നു. ഓ, ഒരു സമാധാനമായില്ല. ഞാൻ പറഞ്ഞില്ലേടാ, അത് സമയം എടുക്കും തോറും അല്ലേ. വെറുതെ ആക്ഷൻ ഇതില് ശരിക്കും ഗൈസ്. ഞങ്ങളുടെ കൂടെ ഇരുന്നവന്മാരില് 2-3 എണ്ണം കടവായിരുന്നു. അവന്മാര് ഒന്നും തുഴഞ്ഞില്ല. ഞാൻ നിർത്താതെ തുഴഞ്ഞില്ലേടാ. മാക്സ് അത്രയും മതി. എന്റെ കൈ പിന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കൈയൊക്കെ ഇങ്ങനെ മറ്റേ നമ്മള് ഫ്രിഡ്ജിൽ നിന്ന് ഒടിച്ചെടുക്കും പോലെ അയ്യോ, ഇവിടെ ഒന്നും അനങ്ങണില്ല ഇപ്പൊ. എനിക്കിത് ഇത്ര മടങ്ങണല്ലേ. ഓ, തണുപ്പ് ആദ്യമായിട്ട് ശരിക്കും എക്സ്പീരിയൻസ് 2 ദിവസമാണ്. സത്യം പറഞ്ഞ നമ്മൾ മഞ്ഞിൽ പോയപ്പോ പോലും തണുപ്പ്, കാരണം നമ്മൾ തണുപ്പിൽ അങ്ങനെ നിന്നില്ലല്ലോ. നമ്മൾ ഫുള്ളി പ്രൊട്ടക്റ്റഡും ആയിരുന്നു. പക്ഷെ ഇത് നമ്മൾ നല്ലതായിട്ട് തണുപ്പ് അറിയാനുണ്ട് ഗൈസ്. പക്ഷെ വേറെ ലെവൽ സാധനം. ഇവിടെ വന്നിട്ട് ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ വമ്പ നഷ്ടമായിരുന്നല്ലേ അല്ലേ? ഇന്നലെ അവൻ പറഞ്ഞു, മിഥുൻ അവനാണ് പറഞ്ഞ ഇത് ചെയ്യണം. മറ്റേ പെണ്ണ്, ഹിന്ദിക്കാരി പെണ്ണും പറഞ്ഞു, ശ്രുതി. ഭയ്യേ കുർക്കുറെ ഓർലേറോ ഒറ്റ കൈ കൊണ്ട് സർക്കസ് ഉണ്ട്. ഓ ഗൈസ്, റൈഡർ ലൈഫ്. അത് ഏത് ബൈക്ക്? റോയൽ എൻഫീൽഡ്. ബുള്ളറ്റും കൊണ്ടാണ്. അയ്യോ, ഒരു ഹിമാലയൻ ആയിരുന്നു പ്ലുസ്കനെ കയറി പോയാല് കേട്ടാടാ. ഇതാ കുർക്കുറെ. ഇതെന്തിനു വാങ്ങിയത്? അത് ലെൻസ് ഉടക്കെ. ഞാൻ എടുത്തോട്ടോ. ഓ
കല്ല് കിടക്കും. ഓ ഗൈസ്, നമ്മള് ശരിക്കുള്ള തണുപ്പിൽ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ചെറിയ തീയുടെ വാല്യൂ നമ്മൾ മനസ്സിലാക്കണത്. തിളച്ച് പൊങ്ങി. പാല് കാച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ തീയുടെ ചൂട് പോയാ തീകായി കുർക്കുറെ പൊരിക്കുന്ന നീ. എനിക്ക് എന്റെ കൈ എടാ ആദ്യം കൈ നീ ചൂടാക്ക്, എന്നിട്ട് നമുക്കിനി നമുക്ക് റെഡിയാക്കാം. രാവിലെ ഇറങ്ങിയതാണ്. ആന്റി ടൈം കിतने हो गए भैया? टाइम कितने हो गए? എത്ര മണിയായി? 1:15 1:45. ഇനി നമ്മൾ ഇവിടുന്ന് മാഗിയും കഴിച്ച് നമ്മൾ നേരെ ക്യാമ്പിൽ പോയി ഡ്രസ്സും മാറ്റി നമ്മൾ ഇറങ്ങുകയാണ് തിരിച്ച് ഡൽഹിക്ക്. അങ്ങനെ നമ്മുടെ ഋഷികേശ് ട്രിപ്പ് തീരാൻ പോണടാ. സുഹൃത്തുക്കളെ, ആ സുനിമിഷം എന്തൊരു നിമിഷം, നമ്മളെല്ലാവരും കാത്തിരുന്ന ആ നിമിഷം എത്തിയിരിക്കുകയാണ്. ഈ തണുപ്പത്ത് മാഗി കഴിക്കുന്ന വെള്ളം സൂപ്പി ആയിട്ട് വേണമായിരുന്നു. വെജിറ്റബിൾ സൂപ്പി ആക്കാൻ പറയൂ. ആന്റി വെജിറ്റബിൾ മാഗി थोड़ा सा सूपी बना दोगे? हाँ जी ഇതും എനിക്ക് പാനി വാല വേണമായിരുന്നു. पानी 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 वाला डांस. ഇതാണ് ഗൈസ് ലൈഫ്. എന്റെ വെജിറ്റബിൾ മാഗി സൂപ്പി ആയിട്ട് വന്ന ഗൈസ്. ഇനി ഈ സൂപ്പി മാഗി ഒരു ചായ കൊണ്ട് കുടിച്ചിട്ട് നമുക്ക് ടെന്റിൽ പോവാം. ഓക്കെ, മാഗിയും ചായ കുടിച്ചു കഴിഞ്ഞപ്പോ കുറച്ച് തീയും കാഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് സെറ്റായി ഗൈസ്. ഇനി നമുക്ക് നീ സെറ്റായില്ലേ? ഓക്കെ, അപ്പോ ഇനിയിപ്പോ ഡ്രസ്സ് മാറ്റിയിട്ട് അവളെയും കൂടെ ഒന്ന് സെറ്റ് ആക്കട്ടെ ഗൈസ്. എന്നിട്ട് നമുക്ക് ഇത് തിരിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇറങ്ങും ഗൈസ് ഋഷികേശന്ന്. ഇനി ഒറ്റ മൈൻഡ് നേരെ ഡൽഹിക്ക്. ആർക്കോ തണുക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ കൊണ്ട് കല്ല് പറക്കിക്കണം ഗൈസ് ഇവിടെ നിന്ന്. ഇത് വേണോ? വേണ്ടേ? ഇതാ ഇത് വേണോ? ഇതാണോ ഇത്? ആ അത് മതിയാ. ഇപ്പൊ ഞാൻ കല്ല് പറക്കിയായി സുഹൃത്തുക്കളെ. വണ്ടി വന്ന് ഇവരെ എന്നെയും പറക്കിക്കൊണ്ട് പോകും. ഗോൾഡ് ലൈൻ ഉണ്ട്. ആണാ? ഈ കാല് നനക്കല്ലേ, എന്നാ വീണ്ടും തണുക്കും. കല്ല് പറക്കട്ടെ ആദ്യം. ഈ തണുപ്പത്ത് വയ്യാതെ നിന്ന് ഇത്രയും കല്ലുകൾ നമ്മൾ പറക്കിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റുമല്ലോ അല്ലേ? ചെക്ക് ഇൻ മറ്റേ ബാഗേജില് നമുക്ക് കൊടുത്തു വിടാം ഗൈസ്. കുറെ കല്ലുകൾ കിട്ടി കേട്ടാ. ഓ ഗൈസ്, അങ്ങനെ വെറ്റ് സ്യൂട്ട് കംപ്ലീറ്റ് മാറ്റി നമ്മൾ കോസ്റ്റ്യൂമിൽ കയറി. എത്ര ദിവസമായി ഗൈസ് നമ്മൾ സെയിം കോസ്റ്റ്യൂമിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ വെറ്റ് സ്യൂട്ട് മേളിൽ കടയിൽ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ഡൽഹിക്ക്. പാല ശ്രദ്ധിച്ച് കിടക്കണേ. പുതിയതായിട്ട് ആൾക്കാരൊക്കെ ഒരുപാട് വന്നോണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതാ അടക്കുന്ന ഗൈസ് ഞങ്ങളുടെ വണ്ടി. ഗൈസ് ഇപ്പോ മണി 3 ആവാൻ ഇനി ഒരു 10 മിനിറ്റും കൂടെ ഉള്ളു. അപ്പോഴാണ് അതായത് 2:50. നമ്മള് ഇനി നേരെ ഡൽഹിക്ക് പോവാണ്. ഇനി നമ്മളിപ്പോ മാപ്പ് ഇട്ടപ്പോഴത്തേക്ക് നമുക്ക് 5 മണിക്കൂർ 50 മിനിറ്റുമാണ് ഗൈസ് കാണിക്കുന്നത്. നമുക്ക് വണ്ടി തിരിച്ചു കൊടുക്കേണ്ടത് 11 മണിക്കാണ്. അപ്പോ 3, 4, 5, 6, 7, 8, 9 മണി ആവുമ്പോ ഒപ്റ്റിമൽ കണ്ടീഷനിൽ നമ്മളങ്ങ് എത്തും. എന്തായാലും നമ്മൾ അധികം ലേറ്റ് ആക്കാതെ തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഇനി ഒരു ഒറ്റ ഓട്ടിപ്പാണ് നമ്മൾ ഇന്നലെ ചാടി ബഞ്ചി കാണിച്ചു കൊടുത്തേടാ. ടാറ്റ ബഞ്ചി, ടാറ്റ ബഞ്ചി. ഞങ്ങളെ പേടിപ്പിച്ച് തൂറിപ്പിച്ചതിന് ഒരുപാട് നന്ദി. ഈ ഋഷികേശ് യാത്ര ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഈ ബഞ്ചിയും റാഫ്റ്റിങ്ങും നമ്മൾ ഒരുപാട് പീക്ക് ഹാപ്പിനെസ് എത്തിച്ചു അല്ലേടാ. അപ്പൊ ഇനി ഞങ്ങൾ നേരെ ഡൽഹിക്ക് പോട്ടെ ഗൈസ്. ഇനി ഒരു 1.5 ഡ്രൈവ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഞാൻ മലനിരകളിലൂടെ വണ്ടി ഓട്ടിക്കായിരുന്നേ. അപ്പോഴത്തേക്കാണ് സൈഡില് ഇതല്ല തീട്ടയല്ല അണ്ണൻ ഈ കരിമ്പിൻ ജ്യൂസ് അടിക്കണത് കണ്ടത്. അപ്പൊ വർഷം ഇതുവരെ കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് കുടിക്കാൻ ഒരാഗ്രഹം. ഒരെണ്ണം മേടിച്ചാൽ കുടിക്കാന്ന് വിചാരിച്ചു. ആളില്ലല്ലോ ഭയ്യാ. कितने का है? 50 40, 50, 60. अच्छा 50 का एक ग्लास दे दो. 40, 50, 60. ആ ഇപ്പൊ കരിമ്പ് പിച്ചിക്കണ കാണാൻ. നല്ല ടേസ്റ്റ് ആണ്. ഞാൻ ഡൽഹിയിലായിരുന്നു നമുക്ക് കുടിക്കുകയായിരുന്നു. ആഹാ, അതിനെ പിഴിഞ്ഞ് ഇഞ്ച പരുവാക്കിയത്. ആഹാ, നീ കൂടാ നാരങ്ങയും കൂടെ വെച്ച് പിടിച്ചത്. നല്ല ടേസ്റ്റാണ്. സുന്ദരമാണ് കരിമ്പിൻ ജ്യൂസ്. താങ്ക് യു. ഒരു പശു അല്ലേ ആ റോഡ് ക്രോസ് ചെയ്ത് വരുന്നത്? ഹായ് പശുമ്പാ.
ബായ് പശുമ്പ, ടാറ്റാ. ദാ നിക്കേ. ഇതിന്റെ അകത്ത് എന്ത് ചൂടടാ. തണുപ്പ് അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്. ഇഷ്ടപ്പെട്ടാ? നാരങ്ങ ഉണ്ടോ അതിനകത്ത്? കൊള്ളാവോ? കുഴപ്പമില്ലെന്നേ ഉള്ളൂ. ആണോ? വലിയ സുഖമില്ല. എനിക്ക് വലിയ ഇഷ്ടമല്ല. പൊളപ്പ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ? എനിക്ക് കരിമ്പ് ജ്യൂസ് ഇഷ്ടം. ഓക്കെ, എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കരിമ്പൻ ജ്യൂസ് ഇഷ്ടമുണ്ടെങ്കിൽ കമന്റ് ബിലീവ് ഇൻ യുവർ സെൽഫ് എന്ന്. ഓ ഗൈസ്, കരിമ്പൻ ജ്യൂസ് വാങ്ങിയ കപ്പിൽ എനിക്ക് ഇത്രയും വലിയ മോട്ടിവേഷനോ? ഇത് ആദ്യമായിട്ടാണ് കേട്ടാ. ഇനി ബാക്ക് ടു റോഡ് ഗൈസ്. ഇനി 220 കിലോമീറ്ററോടെ ബാക്കിയുണ്ട് ഗൈസ്. അപ്പോ ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങി. കാരണം കാലത്തെ മറ്റേ പറാഠയും കുറച്ച് കറിയും മാത്രമല്ലേ ഗൈസ് കഴിച്ചുള്ളൂ. അപ്പൊ പോണ വഴിക്ക് ക്രിസ്റ്റൽ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സമുച്ചയം നമ്മൾ കണ്ടു. അപ്പൊ ഇവിടെ ബിക്കാണ് വന്ന് ഹൽദിറാംസ് ഉണ്ട്. അപ്പൊ ഹൽദിറാംസിൽ കയറി എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ നോട്ടെ ഗൈസ്. ചെടികൾ, മലകൾ, പൂവനികൾ. ഓ മൈ ഗോഡ്, ദിസ് ഈസ് എ സിംഗം. ആരാടാ നീ? ഓ ഇത് മറ്റേ ഇങ്ങേരല്ലേ, ലയൺ കിങ്ങിലെ സിംഹം അല്ലേ? ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കട്ടെ ഗൈസ്. വിശന്ന് കണ്ണ് കാണാൻ വയ്യാണ്ടായിപ്പോയി. ഒരു വെജ് താലി എന്ന് പറഞ്ഞ ഗൈസ്, ഇത് മതിയാവും നമുക്ക് രണ്ടുപേർക്കൂടെ ഇല്ലേ? ഒരു ഗുലാബ് ജാമുനും അവർ തന്നു ഗൈസ്. മിക്സ് വെജ് ഉണ്ട്, ദാൽ മഖണി ഉണ്ട്, പനീറുണ്ട്, ലച്ച പറാഠ ഉണ്ട്, തന്തൂർ റൊട്ടി ഉണ്ട്, പാപ്പടം ഉണ്ട്, അച്ചാറുണ്ട്, ചോറുണ്ട്. ഓ പൊളിക്കും നമ്മളത്. അപ്പോ ബോൺ ആപ്പറ്റിറ്റ് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. ഓ ഒരു താലിയിൽ നമ്മുടെ രണ്ടുപേരുടെ വയറ് നിറഞ്ഞല്ലേടാ. നല്ല ഫുഡായിരുന്നു ഗൈസ്. പിന്നെ ഇവിടെ ഇരുന്നിട്ട് തന്നെ നമ്മള് ഡൽഹിയിൽ ഇന്ന് സ്റ്റേക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുത്ത് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല ഗൈസ്. അപ്പൊ നമുക്കത് നാളെ നമുക്ക് നാട്ടിലോട്ട് പോകണതോ ഇനി അടുത്ത എന്തെങ്കിലും അടുത്ത പ്ലാൻ ഇല്ല ഗൈസ്. ഇനി നാട്ടിൽ പോവാ അല്ലേ? നാട്ടിൽ പോവാ. നാട് കണ്ടിട്ട് തന്നെ കുറച്ച് ദിവസമായിപ്പോ. അപ്പോ ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരത്തെ നിന്ന് റാഡിസണിൽ തന്നെ ഒരു ടിക്കറ്റ് എടുത്ത് ഗൈസ്. അപ്പോ നേരെ നമുക്ക് റാഡിസണിൽ പോയി ഈ വണ്ടിയും കൊടുക്കണം. എന്നിട്ട് ഇന്നൊന്ന് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം. നല്ല ചൂടുള്ള ഒരു റൂമിൽ. ഓ എന്ത് തണുപ്പായിരുന്നു ഗൈസ് ഇന്നലെ. ഇടയ്ക്ക് ആ മറ്റേ മെത്തയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ അടിച്ചു കയറും ഗൈസ്. എന്നിട്ട് 2 സെക്കൻഡ് നമ്മൾ ലേറ്റ് ആവേണ്ട നമ്മുടെ ഒരു സൈഡ് മൊത്തം തണുപ്പിച്ച കളയും. അമ്പടോ. ഓക്കെ, അപ്പൊ ഇനി ഓഫ് ടു ഡൽഹി. വേറെ നിർത്തല്ലടാ. ഓക്കെ, ഞങ്ങൾ ഇനി ഡൽഹിയിലോട്ട് പോട്ടെ ഗൈസ്. ഗൈസ് നിങ്ങളിപ്പം പുറത്ത് കണ്ടല്ല, ഇത് എത്ര മണിയാണെന്ന് നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കെ. ഗൈസ് ഞാനൊരു 8:30 ആയി എന്നും പറഞ്ഞിട്ട് വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ വർഷം എടുത്ത സമയം എത്രയാടാ? 6:30 മണിന്ന് ഗൈസ്. 6:30 മണിക്ക് പാതിരാത്രി ഫീൽ ഇവിടെ. റോഡും വിസിബിലിറ്റിയും പോയി ചൊട്ടക്ക് പോകായി ഗൈസ് നമ്മള്. പക്ഷെ നല്ല രീതിയിൽ നല്ല രസത്തിന് ഓടിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ട്രാഫിക് ഇല്ല ഇങ്ങോട്ട് വന്നതിന്റെ അത്ര അല്ലേ? ഇപ്പൊ അത്രക്കില്ല. അതുകൊണ്ട് കൊള്ളാം ഗൈസ്. നല്ല രസത്തിന് പൊക്കോണ്ടിരിക്കുകയാണ്. ഉടനെ എത്തും നമ്മള്. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? 134 കിലോമീറ്റർ ഉള്ള ഗൈസ്. ഈ റോഡ് ഉള്ളത് കൊണ്ട് നമ്മള് കിലോമീറ്റർ പോണ അറിയല്ല. സത്യമാണ്. കേരളത്തിലെ ഹൈവേക്കായി ഞാൻ കാത്തിരിക്കുന്നു. കട്ട വെയിറ്റിംഗ്. ഡൽഹി എത്തട്ടെ ഗൈസ്. നമ്മൾ നേരെ ഓടിച്ച് ഡൽഹി എത്തിയിട്ട് ഞങ്ങളുടെ ഫേവറേറ്റ് സ്ട്രീറ്റ് ഫുഡ് കടയിലോട്ട് വന്നു. ഇപ്പൊ അങ്ങനെയൊക്കെ ഫേവറേറ്റ് സ്ട്രീറ്റ് ഫുഡ് കട എന്നൊക്കെ. ഇവിടെ നിന്ന് പാഴ്സൽ വാങ്ങിച്ചിട്ട് റൂമിലോട്ട് പോവാം. നമ്മള് റാഡിസൺ ബ്ലൂവിൽ തന്നെ റൂം എടുത്ത് ഇന്ന് നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം ഗൈസ്. അപ്പൊ ഇന്ന് നമ്മള് ഇത് ഓർഡർ ചെയ്തു. അവിടെ നിന്നോ 2 സാധനം ഓർഡർ ചെയ്തു. എന്തായാലും പൊളി സാധനമായിരിക്കും ഇവിടെ. ഒത്തിരി കേട്ടോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ തുടങ്ങിയ ഓടും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തായാലും നമ്മൾ ഓർഡർ ചെയ്ത് സാധനം വാങ്ങിച്ചിട്ട് റൂമിലോട്ട് പോകും ഗൈസ്. ഞങ്ങൾ വാങ്ങി കുറച്ച് കൂടി പോയോന്ന് സംശയം. എന്തായാലും വാങ്ങി ഇനി നമ്മൾ നമ്മുടെ റൂമിൽ പോയിട്ട് ഇത് കഴിച്ചിട്ട് കിടന്നുറങ്ങാം ഗൈസ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നേടാ, ഇവിടെ എന്തൊരു തിരക്കാണ് എല്ലാ കടയിലും കേട്ടോ. ഒരു കടയിൽ മാത്രമല്ല. ഇതാണെങ്കിൽ ഡൽഹിയുടെ ഒരു കോണിലെ ഒരു കോണാണ്. പിടിച്ചോ. ഓക്കെ, ഞങ്ങളിനി പോട്ട്. വീണ്ടും നമ്മൾ റാഡിസൺ ബ്ലൂവിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നല്ല ഹോട്ടലാട്ടോ, ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു. എന്റെ അമ്മ ടയർഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഇന്ന് തൊഴഞ്ഞു മനുഷ്യന്റെ ഊപ്പാട് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡൽഹിയിലും എത്തി, ഇപ്പൊ റൂമിലും എത്തി, കിടക്കാൻ പോകുന്നു.
ഗൈസ് ഇന്നത്തെ ഈ വീഡിയോ തൽക്കാലം ഞാൻ ഇവിടെ എൻഡ് ചെയ്യാണ്. നാളെ ഫ്രഷ് മൈൻഡോടുകൂടി പുതിയ ഒരു വീഡിയോയുമായി ഞങ്ങൾ എത്തുന്നതായിരിക്കും സുഹൃത്തുക്കളെ. തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ, ഗുഡ് മോർണിംഗ്, ഗുഡ് ഉച്ച. എപ്പോഴാണ് നിങ്ങൾ കാണുന്നതെങ്കിലും അത് നേരുന്നു. ടാറ്റാ. ടാറ്റാ.